ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ശക്തവും സ്വയം പര്യാപ്തവുമായ ഭാരതം യാഥാർത്ഥ്യമാകണമെങ്കിൽ പൌരന്മാർ ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഹരിതചട്ടം പാലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കൈപ്പുസ്തകം പുറത്തിറക്കി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിയുടെ നിറവിൽ കേരളം ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപാദനം 40% വർദ്ധിച്ചതായും റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ ക്ഷാമമില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. വാർത്തകൾ വിശദമായി. ശക്തവും സ്വയം പര്യാപ്തവുമായ ഭാരതം യാഥാർത്ഥ്യമാകണമെങ്കിൽ പൌരന്മാർ ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉത്തർപ്രദേശ് വൃന്ദാവനിലെ രാമകൃഷ്ണ മിഷൻ സേവാശ്രമം ആശുപത്രിയിൽ നന്ദ് കിഷോർ സോമാനി ഓങ്കോളജി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ നിരന്തര ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. केंद्र सरकार देश के स्वास्थ्य ढांचे को मजबूत बनाने के लिए निरंतर ठोस कदम उठा रहे हैं. आयुष्मान भारत जैसे ऐतिहासिक योजना के माध्यम से करोड़ों नागरिकों को सस्ती और गुणवत्तापूर्ण स्वास्थ्य सेवाएं उपलब्ध कराए जा रहे हैं. आयुष्मान भारत योजना के अंतर्गत कैंसर के इलाज को भी कवर किया जा रहा है, जिससे गरीब और जरूरतमंद मरीजों के लाभ मिल रहा है. പ്രായോഗിക നയരൂപീകരണത്തിലൂടെയും ആത്മനിർഭരതയിലേക്കുള്ള വ്യക്തമായ മുന്നേറ്റത്തിലൂടെയുമാണ് ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക് എഴുതിയ ലേഖനം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. വൈദ്യുതീകരണം, ശുദ്ധമായ ഊർജ്ജം, നിർമ്മാണം എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഗോള ഊർജ്ജ മേഖലയിൽ ഇന്ത്യ നിർണായക സ്ഥാനം സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദൃശ്യ സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്ന രാഷ്ട്രീയ പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ, പെയ്ഡ് വാർത്തകളുടെ നിരീക്ഷണം എന്നിവ സംസ്ഥാന തലത്തിൽ അഡീഷണൽ CEO അധ്യക്ഷനായ 4-അംഗ കമ്മിറ്റി നിർവഹിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അംഗീകാരം ലഭിക്കാത്ത പരസ്യങ്ങൾ നൽകുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റ് വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പരിശീലന ആവശ്യങ്ങൾക്കായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് കൈമാറി. ആദ്യഘട്ട പരിശീലനത്തിന്റെ ഭാഗമായി 170 EV മെഷീനുകളാണ് AEROമാർക്ക് കൈമാറിയത്. തിരുവനന്തപുരം ജില്ലയിലെ 6 താലൂക്കുകളിലേക്കാണ് മെഷീനുകൾ നൽകിയത്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിനുള്ള ഗ്രീൻ ബട്ടൺ ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രീൻ പ്രോട്ടോകോൾ കൈപ്പുസ്തകം പുറത്തിറക്കി. ശുചിത്വ മിഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസും സംയുക്തമായി തയ്യാറാക്കിയ കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. കൈപ്പുസ്തകം സംസ്ഥാനത്തെ ജില്ലാ വരണാധികാരികൾക്കും റിട്ടേണിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവർക്കും ലഭ്യമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജിൽ മൊബൈൽ ആപ്പ് വഴി വേഗത്തിൽ അധികാരികളെ അറിയിക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന മാർച്ച് 15 മുതൽ വിജിൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37°C വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36°C വരെയും ഉയരാൻ സാധ്യതയുള്ളതായി വകുപ്പ് അറിയിച്ചു. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്.
രാജ്യത്തെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അസംസ്കൃത എണ്ണയുടെ മതിയായ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര LPG ഉൽപാദനം 40% വർദ്ധിച്ചതായും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ക്ഷാമമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ ഇറാഖിൽ നിന്ന് രക്ഷപ്പെടുത്തിയ MT സേഫ് സി വിഷ്ണുവിലെ 15 ഇന്ത്യൻ ജീവനക്കാർ ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അസീം മഹാജൻ അറിയിച്ചു. ഗൾഫ് മേഖലയിലെ വിവിധ സംഭവങ്ങളിലായി ഇതുവരെ 6 ഇന്ത്യൻ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുള്ളതായും കാണാതായ വ്യക്തിയെ കണ്ടെത്താനും മരിച്ചവരുടെ മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാനും അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും ശ്രീ അസീം മഹാജൻ പറഞ്ഞു. ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിയുടെ നിറവിൽ കേരളം ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. സംസ്ഥാനത്തെ വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി രാവിലെ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുകൂടി. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ചുകൊണ്ട് നടന്ന നമസ്കാരത്തിന് പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകി. നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ ഈദ് ആശംസകൾ കൈമാറി സന്തോഷം പങ്കിട്ടു. ആഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ വിഭവസമൃദ്ധമായ സദ്യകളും ഒത്തുചേരലുകളും നടന്നു. വൈകുന്നേരമായതോടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പാർക്കുകളിലും ബീച്ചുകളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ നോമ്പിലെ 5ാം വെള്ളിയാഴ്ചയായ ഇന്ന് ഇടുക്കി രൂപതയിലെ എഴുകും വയൽ കുരിശുമലയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക്. കിഴക്കൻ കാൽവരി എന്നറിയപ്പെടുന്ന ഇവിടെ കഠിനമായ ചൂടിനെ അവഗണിച്ചും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ മല കയറാൻ എത്തുന്നത്. ഇന്ന് പീഡാനുഭവ യാത്രയും ഇടുക്കി രൂപതാ മെത്രാന്റെ നേതൃത്വത്തിൽ വൈദിക വിദ്യാർത്ഥികളുടെ കുരിശുമല കയറ്റവും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മലയടിവാരത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് തീർത്ഥാടന കേന്ദ്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്കും വിശുദ്ധവാര തിരുകർമ്മങ്ങൾക്കും ഇടുക്കി രൂപതാ വികാരി ജനറൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലമുകളിലെത്തുന്ന വിശ്വാസികൾക്കായി നേർച്ചക്കഞ്ഞിയും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന 40ാം വെള്ളി തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ള പദയാത്രകൾ കുരിശുമലയിൽ സംഗമിക്കും. ദുഃഖവെള്ളിയാഴ്ച തീർത്ഥാടകർക്കായി കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്ത് നിന്നും KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി തീർത്ഥാടന കേന്ദ്രം അധികൃതർ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മഹാരാഷ്ട്രയിലെത്തും. നാഗ്പൂരിലെ മഹർഷി വ്യാസ് ഓഡിറ്റോറിയത്തിൽ നാളെ നടക്കുന്ന 29ാമത് ഇന്ത്യൻ യൂത്ത് പാർലമെന്റ് ദേശീയ സെഷനിൽ അദ്ദേഹം പങ്കെടുക്കും. മെച്ചപ്പെട്ട ദന്താരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ലോകവദന ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹമാധ്യമത്തിലൂടെ നൽകിയ സന്ദേശത്തിൽ ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വദന ശുചിത്വം, ദന്താരോഗ്യം എന്നിവ സംബന്ധിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് മാർച്ച് 20 ലോകവദന ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 326 പോയിന്റ് നേട്ടത്തിൽ 74,533-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 113 പോയിന്റ് ഉയർന്ന് 23,115-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 13,835 രൂപയും പവന് 480 രൂപ കൂടി 1,10,680 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലം തെറ്റിയ മഴയും ആലിപ്പഴ വർഷവും മൂലമുണ്ടായ വിളനാശം വിലയിരുത്താൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് സംസ്ഥാന സർക്കാരുകളുമായി ഏകോപന പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തവും സ്വയം പര്യാപ്തവുമായ ഭാരതം യാഥാർത്ഥ്യമാകണമെങ്കിൽ പൌരന്മാർ ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഹരിതചട്ടം പാലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കൈപ്പുസ്തകം പുറത്തിറക്കി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിയുടെ നിറവിൽ കേരളം ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപാദനം 40% വർദ്ധിച്ചതായും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ക്ഷാമമില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.